ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടെല്ലാം തമ്പ്നെയിലെല്ലാം വയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുമോ, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം ചോദിച്ച് ഒരുപാട് പേർ മെസ്സേജ് എല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. പലരും ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് എല്ലാം തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ യൂസ് ചെയ്ത് ഒരുപാട് പേർ അവരുടെ വീഡിയോസിന് തമ്പ്നെയിലെല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ചെറിയ ചാനൽ മുതൽ വലിയ ചാനലുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ട്രെൻഡ് എല്ലാം തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് നല്ല തമ്പ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചില തമ്പ്നെയിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിലൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ ഇത് മറ്റുള്ളവരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ മാനുവലായി എഡിറ്റ് ചെയ്ത് ഇത്തരത്തിലും നമ്മൾ ഈ ഒരു തമ്പ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒട്ടുമിക്ക പേരും ഇങ്ങനെ ഈ ജനറേറ്റ് ചെയ്തിട്ടുള്ള തമ്പ്നെയിലെല്ലാം അവരുടെ വീഡിയോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൊടുക്കുന്ന വലിയ ചാനലുകൾക്കൊന്നും ഈ ഒരു പ്രശ്നമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനറേറ്റ് ചെയ്ത് തമ്പ്നെയിൽ കൊടുത്തു എന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തമ്പ്നെയിൽ ഇത് മിസ്ലീഡിംഗ് ആയ ഒരു തമ്പ്നെയിൽ എല്ലാമാണോ. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കണ്ടന്റ് എല്ലാം നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ തമ്പ്നെയിലിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് ഇതുമായി മാച്ച് ചെയ്യാത്തതെല്ലാമാണെങ്കിൽ, നിങ്ങൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന തമ്പ്നെയിലാണെങ്കിൽ കൂടി ഇത് ഇൻകറക്റ്റായ ഒരു തമ്പ്നെയിലാണ് നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ജനറേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമെല്ലാം വരാം. അതിനാൽ തന്നെ നിങ്ങളുടെ മിസ്മാച്ച് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ എല്ലാം ഉള്ള തമ്പ്നെയിലെല്ലാം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് യൂസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അതുപോലെ തന്നെ വോയിസ് ഓവറും യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോക്ക് കൊടുക്കുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നമ്മുടെ എഫേർട്ട് എല്ലാം വളരെ കുറവായിട്ടാണ് വരുന്നത്. അതായത് ലോ എഫേർട്ട് കണ്ടന്റ് ആയിട്ടാണ് വരിക. ഇങ്ങനെ വരുന്ന കണ്ടന്റുകൾക്കെല്ലാം തന്നെ പ്രശ്നങ്ങളെല്ലാം ഭാവിയിൽ വരാനുള്ള സാധ്യതയും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ എല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഫ്ലാഗ് ചെയ്യപ്പെടാനും നമുക്ക് ഇത് റിമൂവ് ചെയ്യേണ്ട അവസ്ഥയെല്ലാം വരാം. അതായത് നമ്മുടെ കണ്ടന്റിന്റെ വാല്യൂ, അതായത് നമ്മൾ എത്രത്തോളം എഫേർട്ട് എല്ലാമാണ് നമ്മുടെ കണ്ടന്റിന് വേണ്ടി ഇടുന്നത്, ഇതെല്ലാം തന്നെ കണക്കിലെടുത്താണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നമൊന്നും വരാതിരിക്കാനുള്ള കാര്യമെല്ലാം വരിക. അതിനാൽ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള തമ്പ്നെയിൽ കൊടുത്തു എന്നതല്ല, മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഈ ഒരു ലോ എഫേർട്ട് കണ്ടന്റ് ആണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള തമ്പ്നെയിലെല്ലാം കൊടുക്കുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ലോ എഫേർട്ടായി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇത് തീർച്ചയായും നിങ്ങളുടെ ചാനലിനെ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ എഫേർട്ട് എല്ലാം തന്നെ നല്ല രീതിയിൽ പ്രതിഫലിക്കാൻ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടെല്ലാം വരാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മറ്റു മെത്തേഡുകളെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് തമ്പ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. എന്നാൽ തമ്പ്നെയിൽ പോളിസി എല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി അതിനനുസരിച്ചെല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്